പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ആമോസ് പ്രവചനം 4-ാം അധ്യായം 12-ാം വാക്യം, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ. പ്രവാചകനായ ആമോസിലൂടെ കർത്താവ് പറയുന്നു, നിന്റെ ദൈവം വരുന്നു. നിന്റെ ദൈവം വരുമ്പോൾ അവനെ എതിരേൽപ്പാൻ നീ ഒരുങ്ങി നിൽക്കണം. ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നു. ഒന്ന്, കർത്താവിൻ്റെ മടങ്ങി വരവ്. ലോകത്തിൻ്റെ സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമത്രേ. ലോകം അതിൻ്റെ ദിശയ്ക്ക് പോകുമ്പോൾ ഒരു ദൈവ പൈതൽ ഈ കാലഘട്ടത്തിൽ ഒരുങ്ങി നിൽക്കണം. കാരണം നമുക്ക് പ്രത്യാശയുണ്ട്. വേദപുസ്തകത്തിൻ്റെ സംഭവ ചരിത്രങ്ങൾ ഹല്ലേലൂയ നമ്മെ വിരൽ ചൂണ്ടുന്നത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വരവിങ്കിലേക്കത്രേ. രാജ്യത്തോട് എതിർക്കുമ്പോൾ, ദേശത്തിൽ ക്ഷാമവും മഹാമാരികളും ഉണ്ടാകുമ്പോൾ, ഹല്ലേലൂയ വലിയ പീഡനങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു ദൈവ പൈതൽ തല ഉയർത്തി നിൽക്കണം. ഒരു ദൈവ പൈതൽ ഇതൊക്കെ കണ്ട് തല താഴ്ത്തുകയല്ല വേണ്ടത്, നിങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കണം. പ്രിയരെ, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും ഒരു ദൈവ പൈതൽ ഒരു നാളും തളർന്നു പോകത്തില്ല. കാരണം ഇതൊക്കെ വിളിച്ചറിയിക്കുന്നത് കർത്താവ് വരുന്നു എന്നതത്രേ. നമുക്കൊരു കർത്താവുണ്ട്, അവൻ വീണ്ടും വരുന്നവനായ ദൈവം. ജീവിതത്തിൽ എപ്പോൾ പ്രതിസന്ധിയുണ്ടോ അപ്പോൾ മറഞ്ഞിരിക്കുന്നവനല്ല. സങ്കീർത്തനക്കാരൻ പറയുന്നു, കൂരിരുൾ താഴ്വരയിലൂടെ കടന്നുപോയാലും അവൻ എന്നോട് കൂടെയുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാവിലെ വിളിച്ചു പറയാൻ പറ്റും, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും എൻ്റെ കർത്താവ് മറഞ്ഞിരിക്കത്തില്ല, അവൻ എൻ്റെ കൂടെയുണ്ട്. എനിക്കൊരു കർത്താവുണ്ട്, അവൻ വേഗം വരുന്ന ദൈവമത്രേ. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യാശ കർത്താവിൻ്റെ മടങ്ങി വരവത്രേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ നാം യേശു കർത്താവിൻ്റെ മലയിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ആ ഹല്ലേലൂയ അന്ത്യകാലത്തെക്കുറിച്ചുള്ള പ്രവചന ശബ്ദങ്ങൾ രാജ്യത്തോട് എതിർക്കും. ശിഷ്യന്മാർ കാണുന്നത് ഒലിവുമലയിൽ ഇരുന്നുകൊണ്ട് നോക്കുമ്പോൾ കാണുന്നത് തിളങ്ങി നിൽക്കുന്ന യെരുശലേമിനെയാണ്. ഹല്ലേലൂയ നല്ല പണിയായ യെരുശലേമിൻ്റെ ആ ദേവാലയത്തെയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. ഹല്ലേലൂയ. വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും, അന്ന് വലിയ പ്രതികൂലങ്ങൾ ഉണ്ടാകും. എന്നിട്ട് കർത്താവ് പറയുന്നു, ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ തല ഉയർത്തി നിൽക്കണം. നിങ്ങളുടെ തല ഉയർന്നു നിൽക്കണം. കാരണം നിങ്ങളുടെ കർത്താവ് വരുന്നു. ഈ പകൽക്കാലം നമുക്കും വിശ്വസിക്കാൻ പറ്റുമോ? നമുക്കൊരു കർത്താവുണ്ട്, അവൻ വേഗം വരുന്ന ദൈവമാണ്. എന്നിട്ട് പറയുന്നു, അവനെ എതിരേൽപ്പാൻ നിങ്ങൾ ഒരുങ്ങി നിൽക്കണം. ദൈവം വരുമ്പോൾ ഹല്ലേലൂയ നല്ലവനും വിശ്വസ്തരുമായ ദാസനെ എന്നൊരു വിളി കേൾക്കാൻ ഒരു ഒരുക്കം നമുക്ക് വേണം. പ്രിയരെ, നമുക്ക് ഹല്ലേലൂയ എന്തുകൊണ്ട് തല ഉയർത്തി നിൽക്കണം? എന്തുകൊണ്ട് ഒരുങ്ങി നിൽക്കണം? നമ്മുടെ കർത്താവ് പ്രതിഫലം തരുന്ന ദൈവമത്രേ. വിശുദ്ധിയോട് വേർപാടോട് ജീവിച്ച് ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി നിലനിന്നാൽ നിശ്ചയമായി നമുക്ക് പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമോസ് പ്രവചനത്തിൽ വിളിച്ചു പറയുന്നത് സോദോം ഗോമോറയെ ശിക്ഷ വിധിച്ച ഒരു ദൈവത്തിൻ്റെ ചരിത്രമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഒരുങ്ങി നിന്നില്ലെങ്കിൽ ഹല്ലേലൂയ ഒരുപക്ഷെ ശിക്ഷാവിധിക്ക് അത് കാരണമായി തീരും. കർത്താവിൻ്റെ മുമ്പാകെ ബലത്തോടെ നിൽക്കണമെങ്കിൽ, വിശ്വസ്തയോടെ നിൽക്കണമെങ്കിൽ, ഹല്ലേലൂയ തല ഉയർത്തി നിൽക്കണമെങ്കിൽ, ഈ ലോകത്തിൽ നമ്മെ ഏൽപ്പിച്ച ഓട്ടം നാം സ്ഥിരതയോടെ ഓടണം. നമ്മെ ഏൽപ്പിച്ച ആ ദൈവിക ഹല്ലേലൂയ വിളിക്ക് ഒത്തവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. നിശ്ചയമായി നമുക്ക് പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട്. നാം ആ ദിവസത്തിൽ നാം കേൾക്കേണ്ടത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നൊരു വിളി അത്രേ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റും. നമുക്ക് ഒരു പ്രതിഫലമുണ്ട്. നമ്മെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. ഒരു ഒരുക്കം ദൈവ പൈതലിന് വേണം. ഹല്ലേലൂയ. ജീവിതത്തിൽ എല്ലാത്തിനും ഒരുക്കമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ സുവിശേഷം പറയാൻ ഒരുങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിരിക്കാൻ ആമോസ് പറഞ്ഞപ്പോൾ ഇതാ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, എനിക്കൊരു ഒരുക്കമുണ്ട്. ആ ഒരുക്കം സുവിശേഷം പറയാനാ. നോക്ക്, പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിത ചരിത്രം തന്നെ എവിടെ കൊണ്ടിട്ടാലും അവിടെയൊക്കെ കർത്താവിൻ്റെ സാക്ഷിയായിത്തീരും. താൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ, താൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിന്നപ്പോൾ, സമൂഹത്തിൽ തന്നെ ഹല്ലേലൂയ ഉപദ്രവിച്ച
അനുഭവിച്ചപ്പോൾ, കപ്പൽ യാത്രയിലായിരുന്നപ്പോൾ, മെലീത്തയിൽ ചെന്നപ്പോൾ, തൻ്റെ ജീവിതത്തിൽ എവിടെ ചെന്നാലും തൻ്റെ വാ തുറക്കാൻ ഒരവസരം കിട്ടുമ്പോൾ താൻ വിളിച്ചു പറയുന്നത് യേശുവിനെക്കുറിച്ചാണ്. പ്രിയരെ, ഇതുപോലെ സുവിശേഷം പറയാൻ നാം ഒരുങ്ങിയിരിക്കുകയാണോ? നിശ്ചയമായി പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ഈ പകൽക്കാലം ഒരുങ്ങിയിരിക്കുന്ന ദൈവപൈതലേ, നിനക്കൊരു മാന്യതയുണ്ട്, നിന്നെ ദൈവം മാനിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദിവസത്തെങ്കിൽ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നൊരു വിളി കേൾക്കാൻ ദൈവം നമ്മെ ഹല്ലേലൂയ ഇടയാക്കും. ഹല്ലേലൂയ. വീണ്ടും തിരുവചനത്തിലുണ്ട്, തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സൽപ്രവർത്തികൾക്ക് വേണ്ടി നാം ഒരുങ്ങിയിരിക്കണം. നല്ല പ്രവർത്തികൾ ചെയ്യാൻ എപ്പോഴും നാം ഒരുങ്ങിയിരിക്കണം. ആർക്കും എന്തും ചെയ്യാൻ ഹല്ലേലൂയ നാം തയ്യാറായിരിക്കണം. കർത്താവ് പറഞ്ഞു, ഒരുത്തൻ നിന്നോട് 1 നാഴിക കൂടെ വരാൻ പറഞ്ഞാൽ 2 നാഴിക പോകണം. നിന്റെ ഉടുപ്പ് എടുക്കുന്നവന് പുതപ്പ് തടുത്തു കളയരുത്. അതുപോലത്തെ മനോഭാവം, നന്മ ചെയ്യാനുള്ളൊരു മനോഭാവം ദൈവപൈതൽ ഉണ്ടാകണം. നമ്മുടെ കർത്താവ് വരുന്നു, നമ്മുടെ കർത്താവ് വരുന്നത് കൊണ്ട് നമുക്കൊരുങ്ങിയിരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടെ ജീവിക്കാം. 2, കർത്താവിൻ്റെ വചനം പറയാൻ ഒരുങ്ങിയിരിക്കാം. 3, സൽപ്രവൃത്തികൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കാം. നമ്മുടെ കർത്താവ് അതിനുവേണ്ടി ബലപ്പെടുത്തട്ടെ. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അതിനുവേണ്ടി ബലപ്പെടുത്തട്ടെ. നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന ഈ മക്കൾക്ക് ഓരോരുത്തർക്കും ഈ ലോകത്തിൽ നന്മ പ്രാപിച്ച് ജീവിക്കുക മാത്രമല്ല, ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരുന്നു എന്നൊരു ബോധ്യം കൊടുക്കണം. അതുമാത്രമല്ല, ഒത്തവണ്ണം ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഒരുക്കി തന്നെത്താനെ സൂക്ഷിപ്പാൻ ഇടയാക്കണം. 2, കർത്താവിൻ്റെ വചനം പറയാൻ ഒരു ഒരുക്കം ഇവർക്ക് കൊടുക്കണം. 3, കർത്താവെ സൽപ്രവർത്തികൾ ചെയ്യാൻ ഇവരെ ബലപ്പെടുത്തണം. ഹല്ലേലൂയ. ഈ ദൈവം വിശ്വസ്തനും വാക്കുമാറാത്തവരുമെന്ന് തിരിച്ചറിയാൻ ഇവരെ അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം. എല്ലായിടത്തും എല്ലായ്പ്പോഴും അങ്ങ് ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി ഇവരെ നടത്തണം. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.